അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആൻ പൂർണ്ണമായിട്ടും ഖത്മ് തീർക്കുന്ന മഹത്തായ വിശുദ്ധ ഖുർആൻ പാരായണം പഠിക്കുന്ന ക്ലാസ്സാണ് ഇന്ന്. 24ാമത്തെ ക്ലാസ്സാണ്. സൂറത്തുൽ ബഖറയുടെ 272 ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്തു. അല്ലാഹു തആല ഖബൂലാക്കി അനുഗ്രഹിക്കട്ടെ. പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ടെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോ 273ാമത്തെ ആയത്താണ് ഓതുന്നത്. നമ്മുടെ ക്ലാസ് സാധാരണക്കാരായ, ഓതാൻ അല്പമെങ്കിലും പ്രയാസമുള്ള, പ്രായം തടസ്സമല്ലാത്ത ഏതൊരാൾക്കും പഠിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ക്ലാസ് ആണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹത്തായ വിശുദ്ധ ഖുർആൻ അതിമനോഹരമായിട്ട് കഴിവിന്റെ പരമാവധി പാരായണം ചെയ്യാനുള്ള തൗഫീഖ്, നല്ല ഇഖ്ലാസോടുകൂടെ ഒക്കെ പാരായണം ചെയ്യാൻ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലിൽഫുഖറാഇല്ലദീന ഉഹ്സിറൂ ഫീ സബീലില്ലാഹ് للفقراء الذين أحصروا في سبيل الله. ഇവിടെ നമ്മൾ കൂട്ടി ഇങ്ങനെ പോകുമ്പോൾ ലിൽഫുഖറാഇല്ലദീന ഉഹ്സിറൂ, മദ്ദക്ഷരം വന്നു, നീട്ടാനുള്ള അക്ഷരം അവിടെ വന്നു, അലിഫാണ് വന്നത്. അലിഫിന്റെ ശേഷം അതേ വാക്കിൽ തന്നെയാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് മുത്തസ്സിലാണ്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് പ്രഖ്യാപനം നാളെ രാവിലെ 5:45 6 മണിന്റെ ഇടയിലായിട്ട് ഇൻഷാ അല്ലാഹ് അതിന്റെ നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ 6 മണിക്ക് മുമ്പായിട്ട് നമ്മുടെ ലൈവിൽ വരുന്നതായിരിക്കും. അപ്പൊ അത് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഒരുപാട് അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ, പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും മുതിർന്ന ആളുകളും അല്ലാത്തവരൊക്കെ ആയിട്ട് അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയമായിരുന്നു. 19ഓളം ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടെ തന്നെയാണ് അതിലൊക്കെ പങ്കെടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് 2 ആളുകൾക്ക് നറുക്കെടുപ്പിലൂടെ 2 ആളുകൾക്ക് അതിന്റെ ഗിഫ്റ്റ് നൽകുകയും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് അതൊക്കെ അതിന്റെ മുറ പോലെ നടക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോ ഇവിടെ അതിൽ പറഞ്ഞ ഒരു ചോദ്യം, മദ് മുത്തസിലിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ. ഈ മദ് ഏതാണ് എന്നുള്ളതാണ്. ഏതാണ്? ലിൽ ഫുഖറാ, ഇതുപോലത്തെ മറ്റൊരു പദമായിരുന്നു. മദ്ദക്ഷരത്തിന് ശേഷം അതേ വാക്കിലാണ് ഹംസ വന്നത്. ലിൽ ഫുഖറാ എന്നുള്ളത് ഒരു വാക്കാണ്. ആ മദ്ദക്ഷരത്തിന് ശേഷം നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫിന് ശേഷം ഹംസ വന്നത് അതേ വാക്കിലാണ്. അതിന്റെ പേരാണ് മദ് മുത്തസിൽ. ഇനി മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിൽ ഹംസ വരുന്നതുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഒരു പദം അതിന്റെ അവസാനത്തിലാണ് നീട്ടാനുള്ളത്. പിന്നെ അടുത്ത വാക്കിലാണ് എന്തുള്ളത്, ഹംസ വന്നിട്ടുള്ളത്. ഹംസ എന്ന് പറഞ്ഞാൽ ആ ഇ ഉ, ഇതല്ല ഹംസ. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലം ഒന്ന് നീട്ടും, മദ് മുൻഫസിലായിരിക്കും. ലിൽഫുഖറാഇല്ലദീന ഉഹ്സിറൂ ഫീ സബീലില്ലാഹ് لا يستطيعون ضربا في الأرض يحسبهم الجاهل
യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാ. യഹ്സബുഹുമുൽ കൂട്ടി വായിക്കണം ഇങ്ങനെ, യഹ്സബുഹുമുൽ ജാഹിൽ. നമ്മൾ എവിടെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഓതി നമ്മൾ ഓത്ത് ഇങ്ങനെ പോവലാ നല്ലത് അല്ലേ? ഒരു ഭാഗത്ത് ഇങ്ങനെ ആവശ്യമില്ലാതെ ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ പോവാ. പക്ഷെ ഓതുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ശ്വാസം വിടേണ്ടി വരും. അപ്പൊ അവിടെ നിർത്തേണ്ടി വരും. ആ നിർത്തുന്ന രൂപമാണ് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് നിർത്താൻ അറിയില്ലല്ലേ? ഏകദേശമൊക്കെ മിക്ക ആളുകളും സ്ഥിരമായി ക്ലാസ് കേൾക്കുന്ന ആളുകളൊക്കെ ഏകദേശം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും വഖഫ് ചെയ്യൽ എങ്ങനെയാന്നുള്ളത്. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കണം. സുക്കൂന് കൊടുക്കുക വഖഫ് ചെയ്യുകയാണെങ്കിൽ. യഹ്സബുഹുമുൽ ജാഹിലു എന്നുള്ളത് ജാഹിൽ, ലാമിന് സുക്കൂൻ കൊടുത്തിട്ട് ജാഹിൽ. ഇപ്പൊ എന്തായി? ലാമിന് സുക്കൂനായി. നീട്ടാനുള്ള അക്ഷരമാണ് അല്ലെങ്കിൽ തൻവീൻ ഫത്ഹ് ആണ് അവസാനം വന്നതെങ്കിൽ, തൻവീൻ ഫത്ഹ് ആണ് വന്നതെങ്കിൽ അല്ലെങ്കിൽ നീട്ടാനുള്ളതാണ് വന്നതെങ്കിൽ അവിടെ നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യുക. ഇപ്പൊ ഉദാഹരണത്തിന് ലാ യസ്തതിഊന ളർബൻ ഫിൽ അർള്, ളർബൻ ഫിൽ അർള്. ഇവിടെ ലർബൻ എന്നുള്ളടത്ത് വഖഫ് ചെയ്യുകയാണെങ്കിൽ തൻവീൻ ഫത്ഹ് ആണ്. അപ്പൊ അവിടെ നീട്ടുക ളർബ, ലാ യസ്തതിഊന ളർബ. അവിടെ തൻവീൻ ഫത്ഹ് ആയതുകൊണ്ട് യഹ്സബുഹും അവിടെ വഖഫ് ചെയ്യുമ്പോൾ മീമിന് സുക്കൂൻ കൊടുത്തു. തൻവീൻ ഫത്ഹും നീട്ടാനുള്ളതും അല്ലാത്ത ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് എന്താണ്? സുക്കൂനാണ് കൊടുക്കേണ്ടത്. യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാ. ഹംസക്ക് സുക്കൂൻ കൊടുത്തു. മത്ത് മുത്തസിലാണല്ലേ അല്ലേ? വഖഫ് ചെയ്തപ്പോൾ ഹംസക്ക് സുക്കൂൻ കൊടുത്തു. അഗ്നിയാ മിനത് തഅഫുഫ്, തഅഫുഫി എന്നുള്ളത് വഖഫ് ചെയ്തപ്പോ തഅഫുഫ്. തഅരിഫുഹും ബിസീമാഹും, തഅരിഫുഹും ബിസീമാഹും, തഅരിഫുഹും ബിസീമാഹും ലാ യസ്അലൂൻ, ലാ യസ്അലൂൻ. അവിടെ വഖഫ് ചെയ്തു. നൂനിന് സുക്കൂൻ കൊടുത്തു. ലാ യസ്അലൂന الناس ഇൽഹാഫാ. തൻവീൻ ഫത്ഹ് ആണ്. തൻവീൻ ഫത്ഹ് ആകുമ്പോൾ ഇൽഹാഫാ. وما تنفقوا من خير فإن الله به عليم. فإن الله به അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഈ ഹാ കണ്ടില്ല, ഈ ഹാന്റെ അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അവിടെ ബിഹി എന്നല്ല ബിഹ് എന്നാണ് വരിക. ബിഹ്. ഫഇന്നല്ലാഹ് അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരിക. ഫഇന്നല്ലാഹ ബിഹി, ഫഇന്നല്ലാഹ ബിഹി അലീം. ഒന്നുകൂടെ ഓതി നോക്കി. للفقراء الذين أحصروا في سبيل الله لا يستطيعون ضربا في الأرض يحسبهم الجاهل لا يستطيعون ضربا في الأرض يحسبهم الجاهل أغنياء يحسبهم الجاهل أغنياء من التعفف تعرفهم بسيماهم لا يسألون الناس إلحافا وما تنفقوا من خير فإن الله به عليم. ഇവിടെ കണ്ടില്ലേ തഅരിഫുഹും, തഅരിഫുഹും അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വഖഫ് ചെയ്യുക തഅരിഫുഹും. പിന്നെ ഞാൻ ഒതുങ്ങുമ്പോൾ ബിസീമാഹും അല്ലെങ്കിൽ തഅരിഫുഹും ബിസീമാഹും. ഇവിടെ സുക്കൂനുള്ള മീമിന്റെ ശേഷം ബാ വന്നു.
ഇത് പല ആളുകളും കഴിഞ്ഞ നമ്മളെ പരീക്ഷയിൽ മീമിന്റെ ശേഷം ബാ വന്നത് കൊണ്ട് അവിടെ ഇഖ്തിലാബ് എന്ന് എഴുതി വെച്ചവരുണ്ട്. അതെന്തുകൊണ്ടാണ്? ക്ലാസ് കേട്ടത് കൊണ്ടാണ്, കുറച്ചെങ്കിലും മനസ്സിലായത് കൊണ്ടാണ്. സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബാ വന്നാൽ ഇഖ്തിലാബാണ്. നൂനിന്റെ ശേഷമാണ് ബാ വന്നാൽ ഇഖ്തിലാബ് ആവുക. സ്വാഭാവികമായിട്ട് നൂനാകുമ്പോൾ നൂനിനെ മാറ്റി മീമാക്കുമല്ലോ അല്ലേ? നൂനിനെ മാറ്റി മീമാക്കും, അതാണ് ഇഖ്തിലാബ്. നൂനിന്റെ സ്ഥലത്ത്, ഇവിടെ മീമ തന്നെയാണുള്ളത്, നൂനിന്റെ സ്ഥലത്ത് നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കും. ആ മാറ്റുന്നതിന്റെ പേരാണ് ഇഖ്തിലാബ്. ഇപ്പൊ മാറ്റി കഴിഞ്ഞാൽ പിന്നെ അവിടെ മീമായി അല്ലേ? അവിടെ നൂനിന്റെ അവിടെ സ്ഥലത്ത് നിയമം എന്താന്ന് ചോദിച്ചാൽ നൂനിനെ മാറ്റി മീമാക്കുക എന്നുള്ളതാണ്. എന്നാൽ മീമിന്റെ ശേഷം ബ ആണെങ്കിൽ അവിടെ ഇഖ്ഫ ആണ് വരിക. മീമിന്റെ നിയമങ്ങൾ വേറെയാണ്, നൂനിന്റെ നിയമങ്ങൾ വേറെയാണ്. മീമിന്റെ ശേഷം മീമ് തന്നെ വന്നാൽ സുക്കൂനുള്ള മീമായിരിക്കണം. സുക്കൂനുള്ള മീമിന്റെ ശേഷം മീമ് തന്നെ വന്നാൽ അവിടെ ഇദ്ഗാമും ബിഗുന്നയാണ്. സുക്കൂനുള്ള മീമിന്റെ ശേഷം ബ വന്നാൽ ഇഖ്ഫ ആണ് ചെയ്യുക, ഇഖ്ഫ ആണ് ചെയ്യേണ്ടത്. ഇതല്ലാത്ത ബാക്കിയുള്ള 26 അക്ഷരത്തിൽപ്പെട്ട ഏതക്ഷരം വന്നാലും സുക്കൂനുള്ള മീമിന്റെ ശേഷം കാഫ് വന്നാൽ, ഫാ വന്നാൽ, പിന്നെ ഹ വന്നാൽ, ത വന്നാൽ, ഹംസ വന്നാൽ, ഇതൊക്കെ എന്താണ് ഇവിടെ പിന്നെ മീമിനെ വെളിവാക്കണം. മീമിന്റെ ശേഷം മീമാണെങ്കിൽ ഇദ്ഗാമും ബിഗുന്നയാണ്, മണിക്കുക, കൂട്ടി യോജിപ്പിച്ച് മണിക്കുക. മീമിന്റെ ശേഷം ബ വന്നാൽ ഇഖ്ഫാ ചെയ്യുക. ബാക്കിയുള്ള ഏതക്ഷരം വന്നാലും മീമിനെ വ്യക്തമായിട്ട് പറയേണ്ടതാണ്. അത് പലപ്പോഴും പലരിൽ നിന്നും വിട്ടുപോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഇദ്ഹാർ ഇങ്ങോട്ട് വരുന്നില്ല. തഅരിഫുഹും, ഇത് ഇവിടെ ഇഖ്ഫാ ആണ്. തഅരിഫു ഇവിടെ ഇദ്ഹാർ ആകാൻ പാടില്ല, വെളിവാകാൻ പാടില്ല. തഅരിഫുഹും ബിസീമാഹും എന്ന് പറയാൻ പാടില്ല. അപ്പൊ പിന്നെ ഇദ്ഹാറായി. ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ വെളിവാവുക. തഅരിഫുഹും ബിസീമാഹും, അവിടെ കണ്ടില്ലേ? ബിസീമാഹും എന്ന് പറയുമ്പോൾ ചുണ്ട് പൂടണം. ബിസീമാഹും ലാ യസ്അലൂന الناس ഇൽഹാഫാ. തൻവീൻ ഫത്ത് ആണ് അല്ലേ? وما تنفقوا من خير فإن الله به عليم. 274-ാമത്തെ ആയത്ത്. അല്ലദീന അല്ലദീന അല്ലദീന. അലിഫും ലാമുമാണ് തുടക്കമെങ്കിൽ, അലിഫും ലാവുമാണ് തുടക്കമെങ്കിൽ അവിടെ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട, തുടക്കത്തിൽ ആ എന്നാണ് പറയേണ്ടത്. വസ്ലിന്റെ ഹംസയാണല്ലോ ഉള്ളത് അല്ലേ? അപ്പോ ഫഇൻ, പിന്നെ ഇവിടെ 274-ാമത്തെ ആയത്തിൽ അല്ലദീന തുടക്കത്തിൽ അങ്ങനെയാണ് വായിക്കേണ്ടത്. الذين ينفقون أموالهم ينفقون أموالهم بالليل والنهار. الذين ينفقون أموالهم بالليل والنهار. യുൻഫിഖൂന, നൂനിന്റെ ശേഷം വന്ന അക്ഷരം ഏതാണ്? ഫാ. അപ്പൊ നൂനിന്റെ നിയമങ്ങളാണ് ഇവിടെ നോക്കേണ്ടത്, മീമിന്റെ അല്ല. നൂനിന്റെ നിയമം നോക്കണം അല്ലേ? നൂനിന്റെ നിയമങ്ങൾ നമ്മൾ ഓർമ്മയിൽ എപ്പോഴും കൊണ്ടുവരണം. നൂനിന്റെ ശേഷം ബ വന്നാൽ ഇഖ്തിലാബാണ്, നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കുക. നൂനിന്റെ ശേഷം ലാമോ റാഓ ആണെങ്കിൽ കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. ലാമോ റാവോ ആണെങ്കിൽ ഇങ്ങനെ പിന്നെ സുക്കൂണിലെ നൂനിന്റെയോ തൻവീന്റെ ശേഷം ലാമോ റാവോ ആണെങ്കിൽ നേരെ കൂട്ടി യോജിപ്പിച്ചാൽ മാത്രം മതി, നേരെ കൂട്ടി യോജിപ്പിച്ച് മാത്രം മതി.
വേറൊന്നും ചെയ്യണം, നേരെ കൂട്ടി യോജിപ്പിക്കുക. മിൻ റബ്ബിഹിം എന്നുള്ളത് മിർ റബ്ബിഹിം. മിൻ ലദുൻക എന്നുള്ളത് മിൻ ലദുൻക. മിൻ ലദുൻക. അടുത്താണ് ലദുൻക എന്നുള്ളടത്ത് ഇഖ്ഫ ആണ്. മില്ല അവിടെയാണ് നമ്മളെ വിഷയം. സുക്കൂനുള്ള നൂന്റെ ശേഷം ലാം വന്നു. ഇദ്ഗാം ബിലാ ഗുന്നയാണ്, മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുന്നതിനാണ് ഇദ്ഗാം ബിലാ ഗുന്ന എന്ന് പറയാം. അപ്പൊ നോടെയും സുക്കൂനുള്ള നൂനിന്റെയോ തൻവീന്റെയോ ശേഷം ബ വന്നാൽ നൂനിനെ മാറ്റി അല്ലെങ്കിൽ തൻവീനിനെ മാറ്റി മീമാക്കി കൊടുക്കുക. ഇനി ലാമോ റോ ആണ് വന്നതെങ്കിൽ മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. നൗമി നൂന് വാവ് മീമയാ. ഇവിടെ ആണെങ്കിലോ മണിച്ചുകൊണ്ട് കൂട്ടി യോജിപ്പിക്കുക. ഇദ്ഗാമും ബിലാഗുന്നയും ഇദ്ഗാമും ബിഗുന്നയും തമ്മിൽ എന്താ? ഒന്ന് മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക, മറ്റൊന്ന് മണിക്കണം. ഇദ്ഗാമും ബിഗുന്ന. നൗമി നൂന് വാവ് മീമയാ. സുക്കൂനുള്ള നൂനിന് ശേഷം ഈ പറയപ്പെട്ട 4 അക്ഷരമാണെങ്കിൽ ഇദ്ഗാമും ബിഗുന്നയാണ്. നൗമി കൂട്ടി യോജിപ്പിച്ചാൽ മാത്രം പോരാ, മണിക്കുകയും ചെയ്യണം. പിന്നെ ബാക്കിയല്ല പിന്നെയുള്ള 6 അക്ഷരങ്ങൾ ഏതാണ്? ഇല്ലാറിന്റെ അക്ഷരങ്ങൾ നമ്മൾ ചാർട്ടിലേക്ക് നോക്കണം. ഇല്ലാറിന്റെ അക്ഷരങ്ങളായ ഹംസ, ഹ, ഖ, ഐൻ, ഗൈൻ ഈ അക്ഷരങ്ങളാണ് വന്നതെങ്കിൽ വ്യക്തമാക്കണം. നൂനിനെ വ്യക്തമാക്കണം. വെളിവാക്കി കൊണ്ട് പറയാം. അവിടെ തന്നെ സുക്കൂന് തന്നെ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുക? വ്യക്തമാക്കി പറയുക. അതിനാണ് ഇദ്ഹാർ എന്ന് പറയാം. വ്യക്തമാക്കിയിട്ട് അൻ എന്ന് നൂന് വ്യക്തമാകുന്ന രൂപത്തിൽ പറയുന്നതിനാണ് ഇദ്ഹാർ എന്ന് പറയാം. സുക്കൂനുള്ള നൂന് വ്യക്തമായിട്ട് പറയാ, അതിനാണ് ഇദ്ഹാർ. ഇതല്ലാത്ത ബാക്കി 15 അക്ഷരങ്ങൾ ഏത് വന്നാലും ഇഖ്ഫ ചെയ്യണം. ഇപ്പൊ ഇവിടെ നോക്കി യുൻഫിഖൂൻ സുക്കൂനുള്ള നൂന്റെ ശേഷം ഇഖ്ഫാന്റെ ഫാ വന്നു. الذين ينفقون أموالهم ഇവിടെ സുക്കൂനുള്ള മീം വന്നു, മീമിന്റെ ശേഷം വാവ് വന്നു. ഇതൊന്നും നമ്മൾ പലപ്പോഴും ചിലപ്പോൾ ഒന്നും ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഇപ്പൊ മീമിന്റെ നിയമങ്ങൾ പറഞ്ഞു, നൂനിന്റെ നിയമങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഇവിടെ മീം ഉണ്ടായത് കൊണ്ട് നൂനിനെ വ്യക്തമാക്കി പറയണം എന്ന് പറഞ്ഞു. മീം വന്നില്ലേ? സുക്കൂനുള്ള മീമിന്റെ ശേഷം വാവാണ് വന്നിട്ടുള്ളത്. സുക്കൂനുള്ള മീമിന്റെ ശേഷം വാവ് വന്നു. ഇദ്ഹാർ ചെയ്യണം. മീമും ബാവും അല്ലാത്ത ഇവിടെ മീമിന്റെ നിയമം നോക്കേണ്ട മീമാണുള്ളത്. മീമാവും മീമിന്റെ നിയമം നോക്കുക. തൻവീൻ ആകുമ്പോ തൻവീന്റെ നിയമവും അല്ലേ? അപ്പൊ മീമിന്റെ ശേഷം വാവ് വന്നതുകൊണ്ട് അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയ. ബില്ലൈലി ബില്ലൈലി അംവാലഹും ബി മീമിന്റെ ശേഷം ബാ വന്നു. അതാ മീമിന്റെ ശേഷം വാവ് വന്നു, മീമിന്റെ ശേഷം ബാ വന്നു. ഇഖ്ഫാന്റെ അക്ഷരമാണ്. മറിച്ച് കാണിക്കുക അംവാലഹും. എന്നുള്ളത് വ്യക്തമാക്കണം. അംവാലഹും الذين ينفقون أموالهم بالليل والنهار. അംവാലഹും ബില്ലൈലി എന്ന് പറയുന്നത് കാരണം മീമിന്റെ ശേഷം ബാണ്, അവിടെ ഇഖ്ഫാ ചെയ്യണം. അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയതൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഖൗഫുൻ വലാ ഖൗഫുൻ തൻവീൻ വന്നു. തൻവീന്റെ ശേഷം വന്ന അക്ഷരം ഐനിന്റെ ഐനാണ്. ഐൻ ഏതാണ്? ഇദ്ഹാറിന്റെ അക്ഷരമാണ്. അപ്പോ വ്യക്തമാക്കണം. വലാ ഖൗഫുൻ എന്ന് വ്യക്തമാക്കി പറയാം. വലാ ഖൗഫുൻ അലൈഹിം. സുക്കൂനുള്ള മീമിന്റെ ശേഷം വാവ് വന്നു. ഇദ്ഹാർ ചെയ്യണം. മീമിന്റെ നിയമമാണ്. മീമിന്റെ ശേഷം മീമും ബാവും അല്ലാത്ത ബാക്കി ഏത് വന്നാലും വ്യക്തമായിട്ട് പറയണം. അജ്റുഹും ഹും എന്ന് വ്യക്തമായിട്ട് പറയണം. അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അലൈഹിം സുക്കൂനുള്ള മീം വന്നു. മീമിന്റെ ശേഷം വാവാണ് വന്നിട്ടുള്ളത്.
മീമിന്റെ ശേഷം വാ വന്നാൽ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ഇളാർ ചെയ്യണം. അലൈഹിം, അത് നമ്മൾ ഫാത്തിഹ ഓതുമ്പോഴൊക്കെ അങ്ങനെ തന്നെ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. അപ്പോ വലാഹും യഹ്സനൂൻ. ഒന്നുകൂടെ നോക്കി. الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع ذلك بأنهم قالوا إنما البيع مثل الربا ഇവിടെ റായിന് കെസറാണ്. കെസറാവുമ്പോൾ എന്ത് ചെയ്യണം? തർക്കീഖ് ചെയ്യണം അല്ലേ? റിബ എന്ന് പറയുന്നത് മിസ്ലുർ റിബ. റായിന് എവിടെ കെസർ കണ്ടാലും തർക്കീഖ് ചെയ്യണം, നേർപ്പിച്ചുകൊണ്ട് കനം കുറച്ചിട്ടാണ് പറയേണ്ടത്. وأحل الله البيع وحرم الربا فمن جاءه موعظة من ربه فانتهى കുട്ടിയൊക്കെ എങ്ങനെ? ഫന്തഹ. വസലിൻ ഹംസയുണ്ട്, അത് ഉച്ചരിക്കുകയില്ല. ഫലഹു എന്ന് നീട്ടണം. ചെറിയൊരു വാവുണ്ട്, വാവിന്റെ ചിഹ്നമുണ്ട് അല്ലേ? എന്തേ നീട്ടാനുള്ള കാരണം? ഹു എന്നതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം അ, തൊട്ട് ശേഷമുള്ള അക്ഷരം മ. രണ്ടിനും എന്തില്ല? സുക്കൂൻ ഇല്ല. രണ്ടാലൊരു സ്ഥലത്ത് സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടും. രണ്ടാലൊരു സ്ഥലത്ത് സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടുകയില്ല. ഫലഹു എന്നുള്ളടത്ത് ഇപ്പൊ എന്താണ്? ഫലഹു മാ സലഫ്. ഇവിടെ രണ്ട് സ്ഥലത്തും എന്തില്ല? രണ്ടാലൊരു സ്ഥലത്ത് സുക്കൂൻ ഇല്ല. അപ്പൊ സുക്കൂൻ ഇല്ലാത്തത് കൊണ്ടാണ് നീട്ടുന്നത്. സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടുകയില്ല. അപ്പോ فمن جاءه موعظة من ربه فانتهى من ربه സാധാരണ നീട്ടിൽ നീട്ടിയാൽ മിർ ഫന്തഹ ഫലഹ്. മിർ റബ്ബിഹി നീട്ടാനുള്ള കാരണം എന്താണ്? തൊട്ട് മുമ്പുള്ള അക്ഷരം ബി എന്നുള്ളതാണ്, തൊട്ട് ശേഷമുള്ള ഫ എന്നുള്ളതാണ്. ശബ്ദമുള്ള ഫ ആണല്ലേ? ബി പ്ലസ് ബി എന്നുള്ളതാണ്. അപ്പോ തൊട്ട് മുമ്പുള്ളത് ബി എന്നാണ്. അപ്പൊ എന്തില്ല? സുക്കൂനില്ല.
അപ്പൊ റബ്ബിഹി റബ്ബിഹി എന്നല്ല റബ്ബിഹി فانتهى فله ما سلف وأمره إلى الله. ഇവിടെയും വഅംറുഹു ഹു എന്നത് അല്പം നീട്ടണം അല്ലേ? കാരണം തൊട്ട് മുമ്പും തൊട്ട് ശേഷമും സുക്കൂനില്ല. പിന്നെ ഒന്നുകൂടി നീട്ടണം, കാരണം ശേഷമുള്ളത് ഹംസയായതുകൊണ്ട്. ഇനി ഹംസല്ല വേറെ ഏതെങ്കിലും കലിമത്താണെങ്കിലും ഒരല്പം നീട്ടേണ്ടതാണ് അല്ലേ? ഈ എന്നതിന് പകരം ബി എന്നുള്ളതാണെങ്കിൽ അവിടെ ഞാൻ സാധാരണ വഅംറുഹു ബി എന്നാ പറയുള്ളൂ. വഅംറുഹു ബി. ഇവിടെ ഈ ആയതുകൊണ്ട് ശേഷമുള്ളത് ഹംസയാണെങ്കിൽ കൂടുതൽ കിട്ടും. വഅംറുഹു ഇലല്ലാഹ് വമൻ ആദ ഫഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. നമുക്കൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. للفقراء الذين أحصروا في سبيل الله لا يستطيعون ضربا في الأرض يحسبهم الجاهل أغنياء من التعفف تعرفهم بسيماهم لا يسألون الناس إلحافا وما تنفقوا من خير فإن الله به عليم. الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا فمن جاءه موعظة من ربه إدغام بلا نون ശേഷം റാ വന്നു അല്ലേ? മിറ മണിക്കാതെ കൂട്ടി യോജിപ്പിക്കാം. فمن جاءه موعظة من ربه فانتهى فله ما سلف وأمره إلى الله ومن عاد فأولئك أصحاب النار هم فيها خالدون. صدق الله. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയ ഖിറാഅത്തിനെ നമ്മിൽ നിന്നും പരിപൂർണമായിട്ടും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മുഅ്മിനീങ്ങൾ പ്രേക്ഷകരായ ഒരുപാട് സഹോദരന്മാര് ദിവസവും വിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുന്ന മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാരും ഉമ്മമാര് ഉപ്പമാര് ഉണ്ടായതുകൊണ്ട് തന്നെ ആമീനൊക്കെ നിങ്ങളുടെയൊക്കെ ആമീനൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ദുആ കൊണ്ട് ഏൽപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആന്റെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ആ നിലക്കും പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ ഈ വിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയൊക്കെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നാം ഓതിയ
ഖിറാഅത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല എല്ലാവരുടെയും സർവ്വ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിലുള്ള, മക്കളിലുള്ള, ആരോഗ്യത്തിലുള്ള, നമ്മുടെ ഇബാദത്തിലുള്ള എല്ലാവിധ പ്രയാസങ്ങളും നീക്കി സന്തോഷത്തോടുകൂടെ എല്ലാ കർമ്മങ്ങളും ഒക്കെ ചെയ്യാനും അതുപോലെ തന്നെ ജോലിയെടുക്കാനും മറ്റുള്ള മക്കളെ, അത് പേരമക്കളെ ഒക്കെ തർബിയത്ത് ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ശാരീരികമായ, മാനസികമായ, പൈശാചികമായ എല്ലാവിധ ബുദ്ധിമുട്ടുകളും നീക്കി നല്ല റാഹത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ റബ്ബെ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും രോഗങ്ങൾ നീ പരിപൂർണമായിട്ടും ശിഫ നൽകണ റഹ്മാനെ. ആജിലായ ശിഫ നൽകണേ അല്ലാഹ്, ആജിലായ ശിഫ നൽകണ റഹ്മാനെ. ഞങ്ങളെ ഇബാദത്തുകൾ മുടക്കുന്ന ഒരു രോഗം, ഒരു പ്രയാസം ഞങ്ങൾക്കാർക്കും തന്നെ നീ നൽകല്ല റഹ്മാനെ. മരണം വരെ പരിപൂർണ ആഫിയത്തിലായിക്കൊണ്ട് ദീർഘായുസിനി പ്രദാനം ചെയ്യണ റഹ്മാനെ. മരിക്കുന്നത് വരെ നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കാനൊക്കെ ഉള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് സഹോദരി, ഒരുപാട് ഉപ്പമാർ, ഉമ്മമാർ നിസ്കാരത്തിൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒന്ന് റുക്കുവിലേക്കോ അല്ലെങ്കിൽ മര്യാദക്ക് ഒന്ന് സുജൂദിലേക്ക് പോകാൻ കഴിയാതെ വിഷമിക്കുന്ന അത് വലിയ പ്രയാസം അറിയിച്ചുകൊണ്ടൊക്കെ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിസ്കരിക്കാം, നമുക്ക് കഴിയുന്ന മാതിരി നിസ്കരിച്ചാൽ മതി. എന്നാൽ പോലും ആ ഒരു രൂപത്തിൽ അതിൻ്റെതായ ആ കൃത്യതയോടൊക്കെ നിർവഹിക്കുമ്പോൾ അത് വല്ലാത്തൊരു റാഹത്താണ്. കൃത്യമായിട്ട് നിസ്കാരം ഒരു നിലക്കും തെറ്റിക്കാതെ നിസ്കരിക്കുന്ന ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, നമ്മൾക്ക് സഹോദരന്മാർ, യുവാക്കളൊക്കെ നമ്മുടെ പ്രേക്ഷകരായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് താളം തെറ്റിയാൽ, ഒരു ചെറിയൊരു പ്രയാസം വരുമ്പോൾ അതൊക്കെ ഒരു താളം തെറ്റ് വരും. കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ ചെറിയ എന്തെങ്കിലുമൊക്കെ ശാരീരികമായ പ്രയാസം വരുമ്പോൾ ആ ഒരു ഖിറാഅത്ത്, ആ ഒരു പ്രവർത്തനം അവിടെ നിലച്ചു പോവുകയാണ്. അതൊക്കെ നിലച്ചു പോകാതെ നല്ല റാഹത്തോടുകൂടെ എല്ലാ കർമ്മങ്ങളും അതിൻ്റെതായ രൂപത്തിലൊക്കെ നിർവഹിക്കാനൊക്കെ ഉള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഉംറക്ക് ചെയ്യാൻ, ഉംറ പോകാനും അതുപോലെ തന്നെ ഹജ്ജിന് പോകാനൊക്കെ വേണ്ടി ഉദ്ദേശം വെച്ചവരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊക്കെ പൂർത്തീകരിക്കാനൊക്കെ ഉള്ള തൗഫീഖ് സാമ്പത്തികമായിട്ട്, ശാരീരികമായിട്ടുള്ള എല്ലാവിധ വഴികളും തുറന്നു നൽകി നല്ല സന്തോഷത്തോടുകൂടെ ആ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാനും ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫൊക്കെ ഒന്ന് സിയാറത്തൊക്കെ ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കി തരണേ അല്ലാഹ്, ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കി തരണേ റഹ്മാനെ. കടമുള്ളവരുണ്ട്, കടം വീട്ടാനുള്ള ഒരുപാട് മാർഗമില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ നീ എല്ലാ വഴികളും നീ തുറന്നു കൊടുത്തുകൊണ്ട് അതൊക്കെ വീട്ടാനുള്ള മാർഗങ്ങൾ നീ എളുപ്പമാക്കി തരണേ റഹ്മാനെ. ഒരാൾ മുമ്പിൽ കൈനീട്ടേണ്ടുന്ന ഒരു അവസ്ഥ നീ വരുത്തല്ല റഹ്മാനെ, നീ വരുത്തല്ല റഹ്മാനെ. റഹ്മാനെ റബ്ബെ, പരിപൂർണ്ണ ഐശ്വര്യം നൽകണം റഹ്മാനെ, ബറക്കത്ത് നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ട സമയത്ത് ഖൈറായത് നീ നൽകണം റഹ്മാനെ. ഖൈറായ സമയത്ത് നീ ഞങ്ങൾക്ക് ഇനി എത്തിച്ച് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ വീട്ടിൽ, കുടുംബത്തിൽ, മക്കളിൽ, പേരമക്കളിൽ, അതുപോലെ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നീ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബന അലൈക തവക്കൽനാ وإليك أنبنا وإليك المصير. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر لنا وارحمنا ولوالدينا ولمشائخنا ولأساتذتنا ولجميع أمة سيدنا مصطفى محمد صلى الله عليه وسلم. وقنا وإياهم شر ما قضيت. آمين برحمتك يا أرحم الراحمين بفضلك. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.